ഹലോ, നമസ്കാരം ഗായ്സ്. കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്ട്രോബെറി വിളയിച്ചെടുക്കണമെന്ന്. അതിന് വേണ്ടി ഞാൻ ഒരു 4 തൈ നഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ടു. ഏകദേശം 1 മാസം 1.5 മാസമായപ്പോഴത്തേന് ഫ്ലവറായി കായായി തുടങ്ങി. ഏകദേശം നല്ല കായ് ഫലമായി തുടങ്ങി. ഉണ്ടോ, അത് പഴുത്തു. ഏകദേശം കൊലയായിട്ട് നല്ല റെഡ് കളറിൽ പഴുത്തു. നമ്മൾ ഏതൊരു കൃഷിയും നമ്മുടെ മണ്ണിൽ വിളയും. അതിന് കാലാവസ്ഥയോ ഒന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ മനസ്സുറച്ച് നമ്മൾ കൃഷി ചെയ്താൽ മതി. പരിശ്രമിക്കണം. ഏതൊരു കൃഷിയായാലും ഏതായാലും നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് വിജയം ഉറപ്പാണ്. അതിന് കൃഷിയായാലും ഏത് കാര്യമായാലും, കൃഷിയായാൽ നമ്മൾ നട്ട് കഴിഞ്ഞത് നല്ല പരിശ്രമിച്ച് അതിൻ്റെ പരിപാലനം ചെയ്താൽ വിജയിക്കും. അതിന് മണ്ണോ കാലാവസ്ഥയോ ഒന്നുമല്ല പ്രശ്നം. നമ്മൾ പരിശ്രമിക്കണം, എന്നാലേ വിജയിക്കൂ. അതിന് ഞാൻ ഒരു ഉദാഹരണമായിട്ടാണ് ഇതിനെ കണ്ടത്. ഞാൻ നല്ലവണ്ണം പരിപാലിച്ചു, അത് കായ്ച്ചു. ഏകദേശം നല്ല ഓരോ സ്ട്രോബെറി നല്ല വലിപ്പത്തിൽ തന്നെ കിട്ടി. ഞാൻ ഇത് നട്ട സമയത്ത് എന്നോട് ഒത്തിരി പേര് പറഞ്ഞിരുന്നു, ഇത് നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാവുകയില്ല, തണുപ്പ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ ആ പറച്ചിലിന് എനിക്കൊരു ഊർജം കിട്ടി. കാരണം ഇത് വാശിയിൽ നട്ടുണ്ടാക്കി. കാരണം അവരത് പറഞ്ഞപ്പോൾ എനിക്കത് ഉണ്ടാക്കണം എന്നൊരു വാശിയായി. അങ്ങനെ വാശി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഏതൊരു കാര്യം നടക്കുന്നത്. എന്തൊരു കാര്യം, കൃഷിയല്ല എന്തൊരു കാര്യം, നമുക്കൊരു വാശി വരണം. അപ്പോഴേ അതിന് നമുക്ക് ഉണ്ടാക്കണം ഒരു വാശി ഉണ്ടാവുള്ളൂ. അപ്പോഴേ അത് വിജയിക്കുള്ളൂ. ഏതൊരു കൃഷിയും നമ്മുടെ മണ്ണിലുണ്ടാവും. അതിന് കാലാവസ്ഥ ഒന്നുമല്ല പ്രശ്നം, നമ്മുടെ മടിയും ഇതൊക്കെയാണ് പ്രശ്നം. നമ്മുടെ കേരള മണ്ണ് അത്രയും നല്ല സുന്ദരമായ മണ്ണാണ്. പക്ഷേ നമ്മൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് കൃഷിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഇതുപോലെ ട്രെൻഡായിട്ട് എല്ലാവരും കൃഷിയിലേക്ക് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം കുറച്ചൊക്കെ യുവാക്കൾ കൃഷിയിൽ നിന്ന് അകന്ന് നിൽക്കുന്നൊരു കാലമാണ്. നമ്മൾ എല്ലാവരും ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സുന്ദരമായൊരു കേരളത്തെ പടക്കാം. അതിന് നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് കുറച്ച് അവനവൻ 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം മാറ്റിവെച്ച് കൃഷി ചെയ്യണം. എന്നാൽ നമ്മൾ മക്കൾക്കെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാം. നല്ല തമിഴ്നാടിനെ ആശ്രയിക്കാതെ നല്ല ഭക്ഷണം കഴിക്കാം. കണ്ടോ, ഇതൊക്കെ കണ്ടോ, നല്ല അടിപൊളി. ഏകദേശം അടക്കപ്പായത്തിൻ്റെ പേരക്കയുടെ വലുപ്പത്തിനടുത്താണ് സ്ട്രോബെറി എനിക്ക് കിട്ടി. നല്ല അടിപൊളി. ഇനിയും പറിക്കാനുണ്ട്. കണ്ടോ, നല്ല അടിപൊളി റെഡ് കളറ്. നല്ല സ്മെല്ലാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല സ്മെല്ലാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം നല്ല വലുപ്പമുണ്ട്. കണ്ടോളി പറയലല്ലോ, കണ്ടോളി. ഇത് നല്ല വലിപ്പമുണ്ട്. ഫ്ലവറായി നിറയെ കായ് ഒന്ന് പറിക്കുമ്പോഴത്തേന് നമുക്ക് ഫ്ലവറായിക്കൊണ്ടേയിരിക്കും. ഒന്നരാടം പറിച്ചു കൊണ്ടേയിരിക്കാം. കാരണം സ്ട്രോബെറി കണ്ടോളി ഏകദേശം നല്ല വലിപ്പമുണ്ട്. നമുക്ക് പൈക്കുന്നതേ കളർ വരുന്നതോടെ നമുക്ക് പറിച്ചു കൊണ്ടേയിരിക്കാം. കണ്ടോളി, വളരെ ടേസ്റ്റാണ്ടത്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റാണ്. കണ്ടോളി, അടിപൊളി. ഒരു പുളിയും മധുരവും സ്ട്രോബെറിൻ്റെ ടേസ്റ്റ്. പക്ഷേ സ്മെല്ലൊരു രക്ഷയുമില്ല. അടിപൊളി സാധനം. എല്ലാവരും ഇതുപോലെ വെറൈറ്റി കൃഷികൾ ചെയ്യണം. നമ്മുടെ മണ്ണിൽ എന്തും വിളയും. നമുക്ക് മടി പാടില്ല, നടണം. എന്നാലേ നമ്മൾ നട്ട് കഴിഞ്ഞാലേ ഉണ്ടാവുകയുള്ളൂ. നടുന്നതിൻ്റെ മുന്നേ അത് നമ്മുടെ മണ്ണിലുണ്ടാവുകയില്ല എന്ന് പറയരുത്. നമ്മൾ നട്ടിട്ട് വേണം. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം കുറച്ച് കൂടുതൽ സ്ട്രോബെറി ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അത് ഞാൻ ചെയ്തിരിക്കും. ഇൻഷാ അല്ലാഹ് ചെയ്തിരിക്കണം എന്ന് കരുതുന്നുണ്ട്. നമുക്ക് സാമ്പിൾ ചെയ്തു, അപ്പോൾ ഓക്കെ, വിജയിച്ചു. ഇനി അടുത്ത കൊല്ലം നല്ലവണ്ണം സ്ട്രോബെറി ചെയ്യണം എന്ന് കരുതുന്നുണ്ട്. മധുരം ഒരു രക്ഷയുമില്ല. മധുരവും പുളിയും സ്ട്രോബെറിൻ്റെ ടേസ്റ്റ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഇതിൻ്റെ സ്മെല്ലാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സ്ട്രോബെറി ഒരിക്കലും സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇത് നല്ല സ്മെല്ലാണ്. പഴുക്കുമ്പോൾ അത് അടുത്തൊക്കെ വരുമ്പോൾ നല്ലൊരു സ്ട്രോബെറിൻ്റെ